കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആദർശിന്റെ കോട്ട ലിഫ്റ്റിക്ക് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും അത് കണ്ടിട്ട് ചിരിക്കുവാണ്. അങ്ങനെ ആദർശിന് മാത്രം അത് എന്താണെന്ന് മനസ്സിലായില്ല. അവസാനമാണ് ആദർശ് അത് അറിയുന്നത്, തന്റെ കോട്ട ലിഫ്റ്റിക്ക് ഉണ്ടെന്ന്. ഇത് കണ്ടപ്പോ നയനോട് ദേഷ്യപ്പെടുകയാണ്, ഇത് എപ്പ പറ്റിയെന്നൊക്കെ. അത് ആദർശേട്ടാ, പലവട്ടം ഞാനിത് പറയാനായിട്ട് ഒരുങ്ങിയതാ, പക്ഷെ ആദർശേട്ടന് എന്റെ വാക്കുകളൊന്നും ചെവിക്കൊണ്ട് പോലും ഇല്ലല്ലോ. ആദർശിന് ദേഷ്യം വന്നു. ആദർശ് എന്ത് ചെയ്യുവാണ്, നേരെ ഒന്ന് കഴുകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തോണ്ട് വാഷ്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ വെച്ച് അനിയെ കാണുന്നേ. അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം, നീ ഇവിടെ പമ്മി നിൽക്കുവല്ലേ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. അല്ല, നീ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എടാ എല്ലാരും കൂടെ വന്നു കണ്ടില്ലേ, നീ ആണ്ടാ ഇതെല്ലാം എല്ലാവരും വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടാ, ഞാൻ അറിഞ്ഞിട്ട് പോലില്ല, എന്റെ വിചാരം നിങ്ങൾ രണ്ടും മാത്രമുള്ളെന്ന് ഓർത്താ ഞാൻ ഇരുന്നേ. അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ നല്ലൊരു ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്തേ. പക്ഷെ എല്ലാം കൊളായിപ്പോയല്ലോ എന്ന് പറയണേ. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നോക്ക്, അമ്മ എവിടെ ഇരിക്കുന്ന കണ്ടോ? അമ്മയുടെ ആ നോട്ടത്തെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലടാ. അമ്മ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നേ. ഇറങ്ങിയപ്പോ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മയാണെങ്കിൽ എന്നോട് ഒരുമാതിരി ഒരു സംസാരമൊക്കെ സംസാരിച്ചേ. അമ്മയോട് ഞാൻ പറഞ്ഞില്ല പോലും ഡിന്നറിന്റെ കാര്യം. അമ്മയ്ക്ക് സംശയം ഉണ്ടോന്നറിയില്ല, ഞാൻ ഈ നയനയ്ക്ക് വേണ്ടി ഒരുക്കിയ ഡിന്നർ ആയിരുന്നൊക്കെ. ഇനി അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം ഗോവിന്ദയാവെന്ന് പറയണം. അതെങ്ങനെ അറിയാൻ പോകുന്നേ? ഒരു കാരണവശാലും അറിയാൻ പോകുന്നില്ലെന്ന് പറയാം. അറിയാൻ പോകുന്നില്ല പോലും, ഇപ്പൊ കണ്ടോണെന്ന് പറയാം. ആദർശാണ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ആദർശാണ് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്നും അല്ലേലും നയനേച്ചപ്പോൾ ഒരു ഭാര്യനെയല്ലേ കിട്ടിയേക്കുന്നേ. കൃഷ്ണന് രാധയെ പോലെ, അതുപോലെ തന്നെ ശിവന് പാർവതിയെ പോലെ ഈ മുരുടനായ ആദർശേണ് ആ നയനേച്ചപ്പോൾ നല്ലൊരു ഭാര്യനെ കിട്ടിയേക്കുന്നേ. പിന്നെ ആദർശാണ് എന്തിനു ടെൻഷൻ അടിക്കണേ? ഇനിയിപ്പം വല്യമ്മ എന്തേലും പറഞ്ഞാൽ പോലും ആദർശാണ് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയണം. ഇപ്പൊ ആദർശം, നിനക്കിതൊക്കെ പറയാടാ, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അപ്പം നിനക്കിതൊക്കെ മനസ്സിലാവുമെന്ന് പറയാ. ഈ സമയത്ത് അനിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിയപ്പോ അനാമിയ വിളിക്കുന്നേ. പെട്ടെന്ന് അതെ അനാമിയ എന്ന് പറഞ്ഞ് കോൾ എടുക്കാം. എടുത്ത് സംസാരിക്കാൻ പറയണം. പിന്നീട് ആദർശ് കയ്യിലെ ആ കോട്ടയിലേക്ക് അങ്ങോട്ട് തൂത്തും പെറുക്കിയൊക്കെ അവിടെ നിന്ന് കഴിയൊക്കെ കളയുവാണ്. എന്താ അനാമിക എന്ന് ചോദിക്കുകയാണ്. അല്ല നീ എവിടെയാന്ന് ചോദിക്കുകയാണ്. അല്ല ഞങ്ങൾ ഡിന്നറിന് വന്ന. പിന്നീട് ഡിന്നറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതെ എന്നെ കൂട്ടാൻ നീ അങ്ങോട്ട് പോയി സൂഹിക്കുവല്ലേ, എനിക്കറിയായിരുന്നു. അല്ല ഞാൻ ആ വീട്ടിലൊരു അംഗമാകാൻ പോകുന്ന ആളല്ലേ, അപ്പം അതിൻ്റെതായ ഒരു പരിഗണനയൊക്കെ എനിക്ക് തരണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ല നാമി, അത് പിന്നെ ഞങ്ങള് ഫാമിലിയായിട്ട്. ഓ, നിങ്ങള് ഫാമിലി, ഇപ്പൊ ഞാൻ വെറുതെക്കാരിയാണല്ലോ അല്ലേന്ന് പറയണ. അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇനി ആട്ടെ, അടുത്ത ദിവസം ഞാൻ ഡിന്നറിന് കൂട്ടിക്കൊണ്ട് വരാന്ന് പറയാം. അത് വേണ്ട, എല്ലാരും കൂടെ ഉള്ളപ്പം അതൊരു എൻജോയ്മെന്റ് വേറെ തന്നെയല്ലേ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിനക്ക് എന്നെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം എന്നും പറഞ്ഞ അനാമിക ദേഷ്യപ്പെട്ട് ഫോണും കൊണ്ട് കട്ട് ചെയ്യാണ്. അനിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആദർശിന് മനസ്സിലായി, എന്ത് പറ്റിയടാ, ഭാവി വധു വിളിച്ച് നിന്നെ ചീത്ത പറഞ്ഞെന്ന് ചോദിക്കണം. ഇതൊക്കെ ഇനി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മോനെ, ഇനി എത്ര കേൾക്കാനിരിക്കുന്നു, നിനക്ക് ശീലമായിക്കോളൂ എന്ന് പറയാം. പറഞ്ഞു, പിന്നെ ഏട്ടനെ പോലെ ഒന്നും ആയിരിക്കില്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ടെങ്കിൽ, ഏട്ടൻ കണ്ടോളാൻ പറയണം. പിന്നെ നീ ഇപ്പൊ പറയുന്ന പോലെ അല്ല, ഈ റൊമാൻറ്റിക് ഒന്നും ആയിരിക്കില്ല കല്യാണം ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അതിപ്പോ ഏട്ടന് തോന്നല്ലേ, ഏട്ടൻ നയനയടുത്തെ സ്നേഹിക്കാത്തോണ്ട് തോന്നുന്നല്ലേ. നയനയടുത്തെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പൊ അറിയാം റൊമാൻറ്റിക് ആണോ അല്ലയോ എന്നൊക്കെ. നീ ഇവിടെ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വരാൻ പറയണ. നീ ഞാൻ വരണോ? ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പനിയെ കണ്ടപ്പോഴത്തേനും ജാനകിയൊക്കെ അമ്പരന്നു. ഇവനെന്താ, നീ എന്താ എവിടെയെന്ന് ചോദിക്കാം. നീ ഇപ്പൊ നേരത്തെ വന്നോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ, ഓ അപ്പം മനസ്സിലായി, നിങ്ങൾ എല്ലാരും കൂടെ അപ്പൊ ഒത്തോണ്ടുള്ള പണിയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്തൊക്കെ ദേവാനിയുടെ രൂക്ഷമായിട്ട് ഇങ്ങനെ ആദർശനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആദർശം എന്ത് ചെയ്യണം, നയനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോവാണ്. ഒരു കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് മാറ്റിയിരുത്തിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പറയണം. അല്ല നിന്നോട് ആരാ പറഞ്ഞേ ഈ ഡിന്നറിന്റെ കാര്യക്ക് എല്ലാവരോടും പറയാനായിട്ട്? ആദർശേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഇവരെല്ലാവരും അറിഞ്ഞെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഒരുങ്ങി റെഡിയായി താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും റെഡിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പറയാം. എന്റെ ദൈവമേ, അമ്മയുടെ നോട്ടം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി അമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഡിന്നർ ഒഴിക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, എന്റെ ചീട്ട് കയറി അറിയാലോ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ എനിക്ക് അറിയാം ആദർശേട്ടാ, പക്ഷെ ഞാൻ ഇതിനകത്ത് നിരപരാധിയാന്ന് പറയാണ്. പിന്നീട് അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും കനക ശ്രദ്ധിച്ചു നയനയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കനക നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലമ്മയെന്ന് പറയുന്നുണ്ട്. പിന്നീട് നയന കനകയുടെ അടുത്തേക്ക് പതുക്കെ അങ്ങോട്ട് മാറിപ്പോവാണ്. ചോദിച്ചു, അമ്മ എനിക്ക് നല്ല സംശയമുണ്ട്. എന്താമ്മേ? അല്ല ഈ ഡിന്നറിന്റെ കാര്യം എനിക്കും അമ്മയ്ക്കും മാത്രമല്ലേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെ എല്ലാവരും അറിഞ്ഞെന്ന് ചോദിക്കണം. കനകയൊന്ന് ആലോചിച്ചു. ശരിയാ മോളെ, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇതിനകത്ത് ആരോ കിടന്ന് കളിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു സംശയം ജലജയാണോന്നാ. അവൾ ഇതല്ല ഇതിനപ്പുറം പണി തരാൻ ചാൻസ് ഉണ്ട്.
അവൾ അവിടെ നിന്ന് മറിഞ്ഞെന്ന് കേട്ടിട്ട് എല്ലാവരോടും പോയി പറഞ്ഞാവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ അവൾക്കൂടെ നല്ലൊരു പണി കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടെന്ന് പറയണം. വേണ്ട പിന്നെ ഒന്നിനും പോണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയണം. കനക പറഞ്ഞു, എന്നോട് അവളുടെ കളി. അവൾ എങ്ങാനും ആണെങ്കിൽ ഈ പരിപാടി ചെയ്തെങ്കിൽ അവൾക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കുമെന്ന് കനക പറയാണ്. പിന്നീട് കേക്ക് കെട്ടിയാനുള്ള സമയം കേക്കും കൊണ്ട് വരുവാണ്. അബിയും നവ്യാണ് ഭയങ്കര ഇതിലായിരുന്നു. അബിയുടെ ഉള്ളിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് നവ്യയുടെ കുഞ്ഞൊന്ന് പോയി കിട്ടിയാൽ മതി, കുറച്ച് സമയത്തിനുള്ളത് പോകുന്നൊരു ചിന്തയായിരുന്നു. നവ്യാണെങ്കിൽ അബിനെ വിളിച്ചു, ബാ അബി നമുക്ക് 2 ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറയണം. ഇനിയിപ്പോൾ അവളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, എടുത്തേക്കാന്നൊക്കെ ഓർത്തോണ്ട് അങ്ങ് ചെല്ലുവാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് നബി പറഞ്ഞു, കണ്ടോ അവരെന്ത് നല്ല റൊമാൻറ്റിക് ആയിട്ടോ നോക്കി ഇരിക്കുന്നത്. ഇവിടെ അബിയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ചേർച്ചയില്ല നിൽക്കുന്നത് കണ്ടോ, മുഖത്ത് ഒരു സന്തോഷമില്ല, എപ്പോൾ നോക്കിയാലും വീർപ്പിച്ച് കിട്ടിയിരിക്കുമെന്ന് പറയണം. അത് നവ്യെ നിനക്കറിയാലോ, എൻ്റെ അവസ്ഥ നിനക്കറിയാലോ, ഇപ്പോഴത്തെ എനിക്ക് കുറെ ടെൻഷനുകളുണ്ടെന്ന് പറയാം. എപ്പോൾ നോക്കിയാലും ഇത് മാത്രമല്ലേ പറയാനുള്ളൂ. നമ്മൾ ഡിന്നറിന് വന്ന് എന്തിനാ, നല്ല ജോളിയായിട്ടിരിക്കാല്ലേ, ആ സമയത്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുക അബി എന്നൊക്കെ പറയണം. അപ്പോൾ അബി മനസ്സിൽ പറയാം, അതേടി ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴേ ഞാൻ ശരിക്കും ഹാപ്പി ആവുള്ളൂ. നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി കഴിയുമ്പോൾ അതുവരെ എൻ്റെ ചങ്കിനകത്തൊരു പെടപ്പാ, അന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലോ എന്ന് പറയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ രണ്ടുപേരും കൂടെ കേക്ക് കെട്ടിയാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, ദേ എന്താ നോക്കിയിരിക്കുന്ന ആദർശേ, കേക്ക് കട്ട് ചെയ്യാൻ പറയണം. അങ്ങനെ ആദർശ് കേക്ക് കട്ട് ചെയ്യുക. ഈ സമയം ദേവേനി ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആദർശനെ നയനെ. ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പം ജലജ പറഞ്ഞു, നോക്ക് കണ്ടോ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയേക്കുന്ന ഡിന്നറാ, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഉള്ള ഈ ഡിന്നറിനകത്ത് അവരെ കൊണ്ട് തന്നെ എന്തിനാ കേക്ക് കട്ട് ചെയ്യിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് അവരൊന്നും കേക്ക് കട്ട് ചെയ്യാതെ ആദർശം നയനെ എന്തിനാ കേക്ക് കട്ട് ചെയ്യുന്നത്? അങ്ങനെ 100 സംശയങ്ങളായിരുന്നു ജലജയ്ക്കുണ്ടായിരുന്നത്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വായ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഡിന്നർ വന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നയനയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനാ. നവ്യ ഇങ്ങനെ ഈ വയറും വീർപ്പിച്ച് ഇനിയിപ്പോൾ മുത്തശ്ശൻ അനൗൺസും ചെയ്തു, ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ വളകാപ്പ് ചടങ്ങായി, ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഒരു ഫംഗ്ഷൻ വളകാപ്പ് ചടങ്ങായിരിക്കും, അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാന്ന്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ പാതി വ്യൂസ് പോയി. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയാൻ പോവാ. വളകാപ്പ് ചടങ്ങിന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പ്രശ്നം ഗുരുതരമാവും. നവ്യ ഗർഭിണിയെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ താനും കൂടെ വീടിന് പുറത്താവും. ആ ഒരു ചിന്തയൊക്കെ ഓർത്തിട്ട് നയനയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും തോന്നിയില്ല. അപ്പൊ കനക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നയനെ, ഇവിടെ എന്താ ഫുഡ് കഴിക്കായിരുന്നേ. അപ്പം നയനെ അങ്ങോട്ട് വരുവാണ്. നയന വെച്ച്, എന്താ ഫുഡ് കഴിക്കാത്ത മോളെ, ഞാൻ വാരി തടയാന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി അങ്ങ് വാരി കൊടുക്കുവാണ്. ഇത് കണ്ടപ്പം ജലജ കണ്ടില്ലേ, വേളയും മോളോടാ സ്നേഹം കൂടുതൽ, മൂത്ത മോള് ഗർഭിണിയാവില്ല എന്നിട്ട് പോലും സ്നേഹമില്ലെന്ന് പറയണം. ഇത് കനക കേട്ടു. കനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കനക എന്നിട്ട് വന്ന് പറഞ്ഞു, അതെ ഇളയ മോളോട് മാത്രമല്ല സ്നേഹം, എനിക്ക് മൂത്ത മോളോട് സ്നേഹമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവള് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വാരി കൊടുത്തതേ ഉള്ളൂ, വീട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. പിന്നീട് നയനെ അങ്ങോട്ട് വിളിച്ചു. ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് കറി ഇതെല്ലാം എടുത്തിട്ട് നയനയ്ക്കും നവ്യയുടെ അടുത്തേക്ക് ഇല്ലുക, നവ്യയ്ക്കും കുറേശ്ശെ വാരി കൂട്ടുക. ഇതൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശനും ഭയങ്കര സന്തോഷമായി. ഇത്രമാത്രം സ്നേഹത്തോടെയാണല്ലോ കനക മക്കളെ വളർത്തിയിരുന്നേ, വാരിക്കൊടുത്തൊക്കെ. ഈ സമയത്ത് ജലജയ്ക്കൊട്ടൊരു പണിയും കൂടെ കൊടുക്കുന്നുണ്ട്. കറി എടുക്കാനാന്ന് വ്യാജേന പതുക്കെ കനക ജലജയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, ആ ചിക്കൻ കറി ഒന്ന് എടുക്കാമെന്ന് ചോദിക്കുകയാണ്. അപ്പം ജലജ പതുക്കെ എടുക്കാൻ കഴിയുമ്പോഴത്തേനും അവിടെ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റ തട്ട് കൊടുത്തു. അതാ ജലജയുടെ മേത്തേക്ക് മുഴുവൻ വീണു. എൻ്റെ മോളുടെ ഡിന്നർ കുളമാക്കിയതല്ലേ നീ, അങ്ങനെ ഇപ്പം നീ സൂഹിക്കണ്ടെന്നൊരു രീതിയായിരുന്നു കനയ്ക്ക്. ജലജയുടെ സാരി മുഴുവനും ജ്യൂസായി. ജലജ അവിടെ കിടന്ന് കസർത്തുന്നുണ്ട്. എൻ്റെ മേത്തേക്ക് അവളെ ജ്യൂസ് ഒഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കനക പറഞ്ഞു, അറിയാതെ സംഭവിച്ചു പോയതല്ലേ, അതങ്ങോട്ട് ക്ഷമിച്ചു വിട്ടേരെ, സോറി എന്ന് പറയാന്. സോറി പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ജലജയ്ക്ക്. പോരാത്തന്നെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയമല്ലേ. മുത്തശ്ശൻ്റെ കേക്കിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശൻ ജലജനെ അപ്പം ചീത്ത പറയും. അതുകൊണ്ട് ജലജ അങ്ങ് അടങ്ങുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്. അതിനുശേഷം അവർ വലിയ പാട്ടും ഡാൻസും ഒക്കെ നടത്തുന്നുണ്ട്, ആദർശും നയനയൊക്കെ കയറിയിട്ട്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് രാവിലെ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് കാണാം കേട്ടോ.